ബൊഗെയിൻവില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്, ഒരു പ്രസരിപ്പാണ്. അവർക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യുക, പുതിയ വെറൈറ്റികളെക്കുറിച്ച് അറിയുക, പുതിയ ഓരോ പേരുകളെക്കുറിച്ച് അതിൻ്റെ പഠിക്കുക, അതെല്ലാം ആ വെറൈറ്റികളെല്ലാം സ്വന്തമാക്കുക, കഴിയുന്നിടത്തോളം കളക്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴുള്ള ഒരു വലിയൊരു ട്രെൻഡ്. അതായത് ബൊഗെയിൻവില്ല ഇപ്പോൾ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റായി മാറി നിൽക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ അത് കളക്ട് ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യമാണ്. ഓരോരുത്തരും പല വെറൈറ്റി ബൊഗെയിൻവില്ലകളെ അന്വേഷിച്ച് പല പല നഴ്സറികളിലേക്ക് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഓൺലൈൻ വഴിയും അത് കളക്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഈ ചെടിക്ക് അത്ര ഡിമാൻഡൊന്നും ഇല്ലായിരുന്നു, കാരണം നിറയെ മുള്ളുകളോട് കൂടിയ ചെടിയാണ്. ചിലർക്ക് വളരെ പാഷനേറ്റായിട്ട് അവർ വളർത്തുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുള്ളില്ലാത്ത വെറൈറ്റികളുണ്ട്, ഹാങ്ങിങ് വെറൈറ്റികളുണ്ട്, പല പല കളറിൽ ഉള്ള പൂക്കളുണ്ട്. ഒരു ചെടിയിൽ തന്നെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന വെറൈറ്റികളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാന്റായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബൊഗെയിൻവില്ല. ചില ബൊഗെയിൻവില്ലകളുടെ പേരുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പല വെറൈറ്റികൾ കാണുമ്പോൾ നമുക്കൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിരുന്നാലും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില വെറൈറ്റികളെ തമ്മിൽ. ഇത് ബട്ടർ കപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടി പേർപ്പിൾ, സ്ലീപ്പിംഗ് ബ്യൂട്ടി യെല്ലോ, മഹാറാണി എന്ന വെറൈറ്റി, ഗോൾഡൻ സൺഷൈൻ, സിംബയോസിസ് എന്ന വെറൈറ്റിയാണിത്, അഡർണ എന്ന വെറൈറ്റി, മാജിക് ഐസ്ക്രീം എന്ന വെറൈറ്റി, മിസ് ഇവ എന്ന വെറൈറ്റിയാണിത്. തായ് ഡിലൈറ്റ് അല്ലെങ്കിൽ സിൽവർ പിങ്ക്. ഇതാണ് ബ്രിസ പീച്ച്, ഇത് ബ്രിസ റെഡ്, 21 ജുവൽ യെല്ലോ, 21 ജുവലിൻ്റെ പിങ്കിഷ് റെഡാണിത്, മിസ് വേൾഡ്. ഇതാണ് പിങ്ക് പാച്ച്, സിൽവർ ഡിലൈറ്റ്, ഫൈറോപാൽ ഓറഞ്ച്, ചിത്ര, അരുണ റെഡ് ഓർ പാലിയേക്കർ, ട്രൈ കളർ, സിൻഡ യെല്ലോ, സുവർണ, വിയറ്റ്നാം സ്പ്ലാഷ്, ടാങ്ലോങ് റെഡ്, സൺസ്റ്റോൺ വൈറ്റ്, തിമ്മ റെഡ്, വിയറ്റ്നാം മിക്സ്, സക്കൂറ ബലാക്കാൻ, ചില്ലി ഐസ്ക്രീം, കയാട്ട. ഇത് ഫൈറോപാൽ ഓറഞ്ച്. ഇത് അഡർണ വെറൈറ്റീസ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. 2-3 കളർ ഷെയ്ഡുകളിൽ വരുന്ന ഫ്ലവേഴ്സാണ് അത്. ഒരു പ്ലാന്റിൽ തന്നെ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു പൂക്കും. അതുകൊണ്ട് തന്നെ അതൊരു ബുഷായിട്ട് അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഷേപ്പ് ചെയ്തൊക്കെ നിർത്താനൊക്കെ നല്ല പ്ലാന്റാണ്, നല്ല വെറൈറ്റിയാണ് കേട്ടോ. ഇത് ചില്ലി വെറൈറ്റീസാണ്. ചില്ലി വെറൈറ്റീസ് തന്നെ പലതരമുണ്ട്. ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കാണുന്നത്. നമുക്ക് അതുപോലെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇത് ഫോർമോസ ലാവൻഡർ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അധികം ഹൈറ്റ് ഒന്നും വരാത്തൊരു ചെടിയാണ്. ഒരു ബുഷായിട്ടൊക്കെ നിൽക്കുന്ന ചെടിയാണ്. ബൊഗെയിൻവില്ലയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതാണ് കയാട്ട എന്ന് പറയുന്ന വെറൈറ്റി. നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഫോർമോസ ലാവൻഡർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ധാരാളം ചെറിയ ചെറിയ പോട്ടിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. നിലമേൽ മുളമൂട്ടിൽ ഗാർഡൻസിലാണ് ഈ പ്ലാന്റ്സ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. ചില്ലി റെഡ്, ഫ്ലെയിം റെഡ്, ബ്ലൂബെറി ഐസ്, അങ്ങനെ ഒത്തിരി ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫ്ലെയിം റെഡാണ് ഈ കാണുന്നത്. സെപ്റ്റംബർ വയലറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് വൈറ്റ് ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള വൈറ്റ്, സൺറൈസ് വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ബഞ്ചായിട്ട് പൂക്കും. നല്ല ഭംഗിയുള്ള പൂക്കൾ നിറയെ പൂത്ത് കിടക്കുന്ന ഒരു നല്ല വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് ഒക്കെ ആയിട്ടും വളർത്താൻ നല്ലതാണ് ഈ ചെടി. ഇത് ടാങ്ലോങ് പിങ്ക് ആണ്.
നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് വിരിയില്ല, ഒരു ബഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് ഈ വെറൈറ്റി. ടാങ്ലോങ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. മനോഹരമായ ചെറിയ പൂക്കളാണ്, വിരിയാതെ നിൽക്കും, മൊട്ടുപോലെ നിൽക്കും. ഇതിൻ്റെ തന്നെ പല കളറുകളുണ്ട് കേട്ടോ. ടാങ്ലോങ് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ്. ഇത് പൂനെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇത് ബൊഗൈൻവില്ലയുടെ ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് കേട്ടോ. എത്രയേറെ വെറൈറ്റീസാണ് ഇപ്പോൾ ബൊഗൈൻവില്ലയിൽ ഹാങ്ങിങ്ങിന് ഉള്ളതെന്നറിയാമോ? ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഒത്തിരി ഇങ്ങനെ പൂത്ത് കുലകുലയായിട്ട് പൂത്ത് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വെറൈറ്റീസ് ഒത്തിരി ഉണ്ട്. ഇത് ബ്ലൂബെറി ഐസ്, അതിൻ്റെ വെറൈറ്റീസാണ് ഈ കാണുന്നത്, ബ്ലൂബെറി ഐസിൻ്റെ. അത് തന്നെ നല്ല വേരിഗേഷനുള്ള ലീഫാണ്, നല്ല കളറിലുള്ള കൊച്ചു പൂക്കളുമാണ്, അധികം വലിയ പൂക്കളൊന്നുമല്ല. ബൊഗൈൻവില്ലയുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് വളർത്താനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് വലിയ ചട്ടികളാണ്. വലിയ ചട്ടികളാണ് നല്ല രീതിയിൽ നമുക്കിത് വളർത്താൻ കഴിയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിറഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാവും, നമുക്ക് കൂടുതൽ അതിൽ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാനും വളം കൊടുക്കാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് വലിയ ചട്ടികളാണ് ഈ പ്ലാന്റ്സ് വളർത്താനായിട്ട് ഏറ്റവും നല്ലത്. ഇതൊരു നല്ല വെറൈറ്റിയാണ്, പക്ഷേ അതിൻ്റെ ഐഡിയ എനിക്ക് എന്താണെന്നറിയില്ല. നല്ല ചെറിയ ഒരു പീച്ച് കളർ ഫ്ലവറാണ്, നല്ല ഭംഗിയുണ്ടത്. ഇതാണ് സക്കൂറ ബെലാക്കാൻ. ഇതിനിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ പ്ലാന്റിന്. ബൊഗൈൻവില്ലയുടെ ഈ വെറൈറ്റി ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, ബുഷാക്കിയും ഒക്കെ വളർത്താൻ പറ്റും. പക്ഷേ ഭയങ്കര ഹൈലി ഡിമാൻഡാണ് ആ ഒരു വെറൈറ്റിക്ക്. ഒരു ലേറ്റസ്റ്റ് ഒരു വെറൈറ്റി തന്നെയാണത്. പിന്നെ എല്ലാം നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ്. ബ്ലൂബെറി ഐസും സിംഗപ്പൂർ പിങ്കും ഒക്കെ ഉണ്ട്. അതിൻ്റെ ലീഫിനൊക്കെ ഉണ്ടല്ലോ നല്ല വേരിഗേഷനുള്ള ലീഫുകളാണ്. വൈറ്റിൻ്റെ വെറൈറ്റി ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ വൈറ്റൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ആ പൂക്കളെല്ലാം താഴേക്ക് ഇങ്ങനെ തൂങ്ങി വളർന്ന് കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ആ രീതിക്ക് വലിയ പോട്ടൊക്കെ ചൂസ് ചെയ്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ, ഇതാണ് സക്കൂറ ബെലാക്കാൻ. നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ്. അതിപ്പോൾ ഇച്ചിരി ഫ്ലവർ ഇത്തിരി പഴയ പൂക്കളായിപ്പോയി, അതുകൊണ്ടാണ്, കൊഴിയാൻ പോകുന്ന പൂക്കളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല രസമുള്ള ലൈറ്റ് കളറാണിത്. ഇത് റൂബി റെഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിന്, അതും വളർന്ന് കിടക്കുന്നത് കാണാൻ. ബൊഗൈൻവില്ല ഇത്രയും ട്രെൻഡിങ് ആവാനുള്ള കാരണം ആ ചെടി വളർത്താനുള്ള അതിൻ്റെ ഈസിനെസ്സാണ്. വളരെ ഈസി ആയിട്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. അധികം അസുഖങ്ങളൊന്നും വരാത്ത ഒരു പ്ലാന്റാണ്. മാത്രമല്ല എത്ര വെറൈറ്റി ഫ്ലവേഴ്സാണ്, എത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. മാത്രവുമല്ല ഹാങ്ങിങ് ആയിട്ടും ഒരു വലിയ ട്രീ ആയിട്ടോ ബുഷാക്കിയോ പല ഷേപ്പുകളിൽ കട്ട് ചെയ്തോ ട്രെയിൽ ചെയ്ത് താഴേക്ക് വീഴുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ വളർത്തിയെടുത്ത് ഗാർഡൻ വളരെ ബ്യൂട്ടിഫുള്ളാക്കി ക്രിയേറ്റീവാക്കി മാറ്റി എടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഈ ബൊഗൈൻവില്ല ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ കാരണം. മാത്രവുമല്ല ഇത് ലെസ് മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അധികം അസുഖങ്ങളൊന്നും ഈ പ്ലാന്റിന് വരാറില്ല. ഇതിൻ്റെ കെയറിങ് വളരെ എളുപ്പമാണ്. ഗ്രാഫ്റ്റഡ് വെറൈറ്റി പ്ലാന്റ്സ് മാത്രം നിങ്ങൾ ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതിയാകും. മഴക്കാലത്ത് നിങ്ങൾ മഴ കൊള്ളിക്കാതെ അതിനെ ഷെയ്ഡിലേക്ക് മാറ്റണം. പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് വളങ്ങളും ഇട്ട് കൊടുക്കുക. ഫാക്ടം ഫോസോ NPKയുടെ വളങ്ങളോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സെപ്റ്റംബർ മാസമാകുമ്പോൾ മാത്രം നിങ്ങൾ ഡീപ്പ് പ്രൂണിങ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബൊഗൈൻവില്ലയുടെ ചില വെറൈറ്റീസിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും തീർന്നിട്ടില്ല, ഇങ്ങനെ അങ്ങ് പുതിയ വെറൈറ്റീസ് അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെവർ എൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്ലാൻ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം.